ഓക്കെ, കണ്ടിട്ട്. Okay. So Blue Jet എന്ന് പറഞ്ഞ ഒരു കമ്പനി, they are into market, they are working in the travel and tourism sector. So they want to boost their business and increase their sales. So they contacted me as a digital marketing firm. And this is a ഈ good ഒരു thing for ബ്ലൂ digital ജെറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവർ ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണോ? They already have social media presence, but അത് അത്ര ആക്റ്റീവ് അല്ല. No one is actively managing those pages. അപ്പോൾ അതിനും കൂടെയാണ് അവർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ഓർഗാനിക് ലീഡ്സ് ആണ്. അതായത് അവർ തന്നെ ടീം പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ചില വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു, വിതൗട്ട് എനി മണി ഇൻവോൾവ്. അപ്പം അതിനകത്തൊരു അവർ പേയ്മെന്റ് ചെയ്യുന്നില്ല, അവർ പെയ്ഡ് സർവീസ് എങ്ങൊന്നും എടുക്കുന്നില്ല, അവരുടെ ടീം തന്നെ ചെയ്യാണ്. സോ ദേ വാണ്ട് ടു ഗ്രോ ബിഗർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ കോൺടാക്ട് ചെയ്തിട്ട് പറയണം, ഞങ്ങൾക്ക് അടുത്ത ഒരു 12 മാസം ഞങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹെൽപ്പോട് കൂടി ഞങ്ങൾക്ക് ഓഫ് കോഴ്സ് സെയിൽസ് ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയുള്ള ഒരു കണ്ടന്റ് 12 മന്ത്സിലേക്ക് ഓരോ മന്തിലും പ്രത്യേകതകളുണ്ടാവാം. ഇപ്പോൾ ബ്ലൂ ജെറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അവർ ഫോക്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനുവരി ഓർ സെപ്റ്റംബർ ഈ 2 മാസത്തിലായിരിക്കും പല യൂണിവേഴ്സിറ്റീസിൽ അബ്രോഡിൽ ഇൻടേക്ക് വരുന്നത്, അല്ലെങ്കിൽ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വെളിയിലോട്ടുള്ള ഒരു ഫ്ലോ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ നാട്ടിലുള്ള അങ്ങനെ ഫ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഓഫറുകൾ കൊടുക്കുക, സ്റ്റുഡൻറ് ഡിസ്കൗണ്ട്സ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു മന്ത്ലി ഫോക്കസ് ചെയ്യും. നമ്മൾ ഓരോ മന്തിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. ചിലത് ഫെസ്റ്റീവ് സീസൺസ് ആയിരിക്കും, ചിലത് ന്യൂ ഇയർ സെയിൽസ് ഉണ്ടാവാം, ചിലത് ഓഫ് സീസൺ ഉണ്ടാവും, ചിലത് സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ഉണ്ടാവും, ഒരു വെക്കേഷൻ ടൈം ഉണ്ടാവും. യെസ്, വെക്കേഷൻ ടൈം ഉണ്ടാവാം. അപ്പോൾ ഓരോ മന്തിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ഇതാണ്. ഇപ്പോൾ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്തിട്ടുണ്ടോ? കോമ്പറ്റീറ്റർ അനാലിസിസ് ഞാൻ ചെയ്തിട്ടില്ല. കോമ്പറ്റീറ്റർ അനാലിസിസ് ഞാൻ ചെയ്തു, പക്ഷെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആരൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ്, എന്തൊക്കെയാണ് ഫൈൻഡിങ്സ്? കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 എണ്ണം എടുത്തത്. ഒരെണ്ണം അക്ബർ ട്രാവൽസ്. അക്ബർ ട്രാവൽസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ ഫീൽഡിൽ, ട്രാവൽ ആൻഡ് ടൂറിസം. പിന്നെ ഒരു ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഡൽഹി ബേസ്ഡ് ആണ്, ബോണ്ടൺ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്. ദേ ആർ ഓൾസോ ഡൂയിങ് ദ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്. അപ്പോൾ അവർക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയ പ്രസൻസ് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ബ്ലൂ ജെറ്റിൽ അവരുടെ മാർക്കറ്റിംഗ് ഒക്കെ ഏത് രീതിയിലാണ്? അവര് എന്ത് രീതിയിലുള്ള പോസ്റ്റ് കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നത്? അവര് വീക്ക്ലി ആണോ ഡെയിലി ആണോ? അല്ല, അവര് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് മന്ത്ലി ഒരു 2-3 അപ്ഡേറ്റ്സ് മാത്രമേ വരാറുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടോപ്പ് കോമ്പറ്റീറ്റർ. അപ്പോൾ അവരാണ് ഡൂയിങ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കാളും നന്നായി ബെസ്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അവര് എന്ത് കൈൻഡ് ഓഫ് കോണ്ടന്റ്സ് ആണ് അവർ ചെയ്യുന്നത്? അവർ പോസ്റ്റേഴ്സ് ആണ് കൂടുതലും. അവർ ഒരു വീഡിയോ ആഡ്സ് വളരെ കുറവാണ്. അവർ പോസ്റ്റേഴ്സ് ആണ് കൂടുതലും ഷെയർ ചെയ്യുന്നത്. കാര്യം ഈ ഒരു മേഖലയിൽ പോസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും ഇത് വരുന്നത്. കാര്യം നമുക്കൊരു ആശയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അധികം ആശയങ്ങളില്ല. അതായത് ഇപ്പം നമ്മളെ ഒരു ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡീൽ എടുത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ കൺവിൻസ് ചെയ്യണം വൈ യു വാണ്ട് ടു ജോയിൻ ILT, അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ടും. ഇതിനകത്ത് നമ്മുടെ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ജെറ്റ് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഓപ്ഷൻസ് EMI ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റുള്ളത് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണം ടിക്കറ്റ് ബുക്കിങ്ങിന്. അത് നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ് ഇതിൽ കൂടെ ചെയ്യുന്നത് ഓരോ മാസവും. ഓക്കെ, അപ്പൊ ഒക്ടോബറിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെപ്റ്റംബറിൽ പോയിരിക്കുന്നത് പറഞ്ഞാൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഓക്കെ, അപ്പോൾ ഒക്ടോബറിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു ടീം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വീട് മിസ് ചെയ്യുന്നുണ്ടോ? കാര്യം അവരൊപ്പം പോയതേ ഉള്ളൂ.
അപ്പോൾ അവരുടെ പേരൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ വിസിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ പാരന്റ്സിനെ മനസ്സിലായില്ല. സ്റ്റുഡൻസ് പോയി, സ്റ്റുഡൻസ് പോയി. അപ്പോൾ പേരന്റ്സിന് എങ്ങനെയാണ്? പേരന്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന എങ്ങനെയാ? പേരന്റ്സിനോടാണോ ചോദിക്കുന്നത് മിസ് ചെയ്യുന്നുണ്ടോ ഹോം എന്ന്? സ്റ്റുഡൻസ് അല്ലേ വീട്ടിൽ നിന്ന് പോയത്? പേരൻസിനെ അവർ വിസിറ്റ് ചെയ്യാം, മേ ബി ജോയിൻ ചെയ്യാം, അവിടെ 2-3 വീക്സ് സ്പെൻഡ് ചെയ്യാം. അത് നോട്ട് നെസർലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ്. കാണാമോ എന്റെ സ്ക്രീൻ ഇപ്പോഴും? കാണാം. ഓക്കെ. അപ്പോ നമ്മള് ഇവിടെ ഈ മിസ് ഹോം വി വിൽ ബ്രിങ് യു ബാക്ക് എന്ന് പറയുന്നത് ആരോടാണ് അവിടെ? സ്റ്റുഡൻസിനോടാണോ? നമ്മളൊരു തീം പറഞ്ഞു വെച്ചാൽ മിസ്സിംഗ് ഹോം എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്, സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ്. ബ്രിങ് യു ബാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് അങ്ങനെ അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. നോട്ട് നെസർലി ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് കൂടുതലും സെപ്റ്റംബറിൽ ആണ് നമ്മൾ കൂടുതൽ ഇത് വരുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. സെപ്റ്റംബർ പോയ ഉടനെ തന്നെ ഒക്ടോബറിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമോ? തിരിച്ച് വീട്ടിലേക്ക് വരുമല്ല, ഇവര് പേരൻസിന് അവിടെ ഒരു ജോയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒക്ടോബറിൽ ഒരു സ്പെസിഫിക് സീസൺ ഒരു വരികയാണെങ്കിൽ നമുക്ക് ഫെസ്റ്റീവ് സീസൺ അല്ലത്. ഓക്കെ. ആക്ച്വലി ഈ ഒരു ഒറ്റ തീമിനെ ബേസ് ചെയ്തിട്ടാണോ ബാക്കി കോണ്ടന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? റീലും പിന്നെ ബ്ലോഗ്, ടെസ്റ്റിമോണിയൽ, കരോസൽ, അതൊക്കെ ഒക്ടോബർ മന്തില്? ഒക്ടോബർ മന്തിൽ ഇതിൽ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. യെസ്, ഇതാണ് ഒറ്റ ഒരു ഇതേ ഉള്ളൂ. ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോണ്ടന്റ്സ് ചെയ്യുന്നു, അങ്ങനെയാണോ? അതെ. ഇതാ അതിന്റെ റീൽസ്, ഐഡിയാസ്, ബ്ലോഗ് പോസ്റ്റ് എന്ത് ചെയ്യണം, ടെസ്റ്റിമോണിയൽസ്. ഇതുണ്ട്, മൈ പേരൻസ് ബുക്ക് മൈ റിട്ടേൺ ഫ്ലൈറ്റ്, EMI 0 ഗിൽറ്റ് ഓൾ ജോയ്, അങ്ങനെ ഒരു ഇതില്. ഞാൻ ഇതിനകത്ത് എയുടെ ഹെൽപ്പ് തേടിയിട്ടുണ്ട് ഫോർ ഷുവർ. മനസ്സിലായി. ഇതില് ഓരോന്നും എന്താണ് റീൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെറുതായിട്ടൊന്ന് പറയാമോ? ഏത് രീതിയിലുള്ള റീലാണ്? റീൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് റീൽസ് ആയിരിക്കും. ഒരു മേ ബി ഒരു ഫ്യൂ സെക്കൻഡ്സ്, ലെസ് ദാൻ 30 സെക്കൻഡ്സ് ഉള്ള ഒരു റീലായിരിക്കും അതിനകത്ത് പറയുന്നത്. നമുക്കതിനകത്ത് അവർ ഒരു തീം പറയാണ്, തീമിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയാണ്. പിന്നെ റെഗുലർ ഓഫേഴ്സ്, ഇപ്പൊ നമുക്ക് ബ്ലൂജെറ്റിൽ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് EMI ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. യു ഡോണ്ട് നീഡ് ടു പേ ദ എൻറ്റയർ എമൗണ്ട് ഇൻ അഡ്വാൻസ്. യു ക്യാൻ പേ ഇൻ EMIs. ഒരു ഹോളിഡേ ട്രിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ ചിലവാണെങ്കിൽ യു ക്യാൻ we accept all method of payments and you can pay in EMI. വെബ്സൈറ്റും നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ ഉണ്ടോ? വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ട്. വെബ്സൈറ്റ് വി വിൽ ഹാൻഡിൽ ദാറ്റ്. വെബ്സൈറ്റ് വഴി ഇപ്പൊ നമ്മൾ ബുക്കിംഗ് സ്വീകരിക്കുന്നില്ല. വെബ്സൈറ്റ് അല്ല, ഞാൻ ബ്ലോഗ് കോണ്ടന്റ് വെച്ചതുകൊണ്ട് ചോദിച്ചതാണ്. വെബ്സൈറ്റിൽ നിങ്ങൾ വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ട്, അതിൽ കണ്ടന്റ്സ് അപ്ഡേറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പൊ ട്രാവൽ പാക്കേജസ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമേ വെബ്സൈറ്റിൽ ഉണ്ടാവുള്ളൂ. ദേ കനോട്ട് ബുക്ക് ദ ടിക്കറ്റ്സ് ഡയറക്ട്ലി. അപ്പൊ നമുക്കിപ്പോ ക്ലിയർ ട്രിപ്പ് പോലെ ഡയറക്റ്റ് ബുക്കിംഗ് ഫെസിലിറ്റി അവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് അവിടെ അതിനകത്ത് പാക്കേജസ് മാത്രമേ ഉള്ളൂ ആസ് ഓഫ് നൗ. പിന്നെ ഏതൊക്കെ ടൈപ്പ് ബുക്കിംഗ്സ് അവൈലബിൾ ആണ്, ഡൊമസ്റ്റിക് ഓർ ഇന്റർനാഷണൽ, ഏതൊക്കെ കാർഡ് പേയ്മെന്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ടെസ്റ്റിമോണിയൽ നമ്മുടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ആ സ്റ്റുഡൻസിന്റെ വീഡിയോ ആയിട്ട്? വീഡിയോ അല്ല, അതൊരു പിക്ചർ ആയിട്ട് തന്നെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പോസ്റ്റർ ആയിട്ടാണോ? പോസ്റ്റർ, യെസ്, പോസ്റ്റേഴ്സ്. ഇവിടെ കരോസൽ കൊടുത്തിട്ടില്ലേ? 5 apps എവറി ഇന്ത്യൻ സ്റ്റുഡന്റ് അബ്രോഡ് നീഡ്സ്. ഏതൊക്കെയാ 5 apps? 5 apps എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രാവൽ റിലേറ്റഡ് തിങ്സ്, പിന്നെ ഒന്ന് അക്കോമഡേഷൻ റിലേറ്റഡ് തിങ്സ്, പിന്നെ ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ഉണ്ടാവും, അവരുടെ ഇത്. പിന്നൊന്ന് ഹോളിഡേ പാക്കേജസ്, എബ്രോഡ് തന്നെയുള്ള ഹോളിഡേ പാക്കേജസ് ഉള്ള സൈറ്റ്സ്. പിന്നെ ഇതിനൊക്കെ സെപ്പറേറ്റ് ആപ്സ് ഉണ്ടോ ശരിക്കും? ഇപ്പൊ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇതൊരു പ്ലാൻ മാത്രമാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം ഇത് അല്ല, ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിച്ചതാണ്. അങ്ങനെ ശരിക്കും അങ്ങനെ ആപ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. യെസ്, ഉണ്ട്. കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇത്.
ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് അവിടെ ഉള്ള സ്റ്റുഡൻസ് അവശ്യം റെഫർ ചെയ്യേണ്ട കുറച്ച് സൈറ്റ്സുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വരും. ഓ, അങ്ങനെ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ആപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കൊള്ളാം. കാരണം ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻഫോർമേറ്റീവ് ആണ്, ബട്ട് ഇൻഡയറക്ട്ലി ഇൻഫോർമേറ്റീവ് ആണ്. യെസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെന്താണെന്നറിയോ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ടും കൂടെ ചെയ്യാം. ഇതെന്താണെന്നറിയോ ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ അവർ ജസ്റ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ദേ ഡോണ്ട് ഹാവ് എനി ഐഡിയ അവിടെ എങ്ങനെ താമസം എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രാവൽ എങ്ങനെയാണ്, ബസ് പാസ് എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുന്നത് ഒക്ടോബർ മന്തിലേക്കായിരിക്കും. ഒരു മന്ത് എന്തായാലും എടുക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒക്ടോബറിൽ എത്ര നമ്പർ ഓഫ് കോണ്ടന്റ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് ഒരു വീക്ക്ലി എത്ര കോണ്ടന്റ് ആണ്? അത് ഇപ്പം ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. അതൊരു ഡേ വൈസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒക്ടോബറിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ഡ്രോപ്പ് ഡൗൺ മെനൂസ് യൂസ് ചെയ്യാം കേട്ടോ. ആ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനുള്ളത്. അല്ല, എപ്പോഴും ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് സമയം കളയണ്ടല്ലോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതെ പോരെ അതെ അതെ ഓരോ അതെ ഓപ്ഷൻ. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 ഡിഫറെൻറ്റ് ആഡ്സ് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കറോസൽ ആഡ് ചെയ്യാനായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 100 വേർഡ്സ്. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഒന്നും മെൻഷൻ ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇത്ര ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് ടെംപ്ലേറ്റ് കണ്ടിരുന്നു. വേണമെന്നൊന്നുമില്ല. ഓക്കെ. ഓക്കെ. പിന്നെ അസൈൻ ടു അത് ഒരു ടീമായിട്ടാണ്. ഇവിടെ ഞാനൊരു ഇൻ പേഴ്സൺ വെച്ചിട്ടില്ല. വിത്തിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള ഫാമിൽ തന്നെ പല ടീംസ് ഉണ്ട്. മാർക്കറ്റിംഗ് ടീം, കണ്ടന്റ് ടീം, ഡിസൈനിങ് ടീം. ഇപ്പോൾ കെറോസൽസ് ഡിസൈൻ ചെയ്യാനായിട്ട് ആ ടീമായിരിക്കും റെസ്പോൺസിബിൾ. പിന്നെ അതിന് ഡേറ്റ് ഫോർമാറ്റ് ചെറിയൊരു അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ ഡേറ്റും ആണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇത് ഡേറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഈ വീട്ടിൽ പബ്ലിഷ് ടാർഗറ്റ് ആണ്. റൈറ്റ്സ് ആൻഡ് അങ്ങനെയാണോ? അതെ, ഇത് ഡ്രാഫ്റ്റ് ഡേറ്റ് ആണ്. ഇതുണ്ട് 9th ഓഫ് ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ 25th തുടങ്ങിയതാണ്. ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ മാസം 5-ാം തീയതി പബ്ലിഷ് ചെയ്യാനാണ്. ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പീരീഡ്. അത്രയും ടൈം ഒക്കെ വേണം? ഇല്ല, ഇതൊരു സാങ്കല്പികമായ ഡേറ്റ് ആണ്. ഇത് മാറി ഒക്കെ ചെയ്യാം. ഇത്രയും ഡേറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് നമ്മുടെ കറണ്ട് മന്തും ചിലപ്പോൾ നെക്സ്റ്റ് മന്തിലെ കണ്ടൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ടീം once they are finished with this task, they can jump into the next task for the next month. അല്ലേ? ശരി. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഈ കാണുന്ന ഓരോ മന്തിലേക്കുള്ളതല്ലേ ഈ കാണിക്കുന്നത്? അതെ അതെ, ഓരോ മന്തിലേക്കുള്ളതാണ്. ഇതിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് ആണ് ഒക്ടോബർ. ഫോർ എക്സാമ്പിൾ ഒക്ടോബറിൽ പബ്ലിഷിംഗ് ഡേറ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ തന്നെയായിരിക്കും. കണ്ടോ? ഈ വർക്ക് ഒരു പക്ഷേ സെയിം മന്തിലോ അല്ലെങ്കിൽ പ്രീവിയസ് മന്തിന്റെ ലാസ്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കലണ്ടറിൽ ഈ നമ്മള് ഡ്രാഫ്റ്റ് ഡേറ്റ് വെക്കണം നിർബന്ധമില്ല. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരുപാട് വർക്ക്സ് ഉണ്ട്, ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പൊ അവർക്ക് കറക്റ്റ് ഒരു ഡെഡ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. കൊടുക്കാം. ഇത് മോഡിഫൈ ചെയ്യാം നമ്മുടെ ഒരു ഇത് വെച്ചിട്ട്. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. യെസ്, ജസ്റ്റ് കറക്റ്റ് ആണ്. ഇത് ഞാൻ ഡേറ്റ് ഫോർമാറ്റ് ഇട്ടതിൽ ചിലയിടത്ത് സ്ലാഷും ചിലത് ഹൈഫനും ആയിപ്പോയി. അത് മറ്റേ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഡേറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റ് ആ ഒരു ഫോർമാറ്റ് തന്നെ മതി. പിന്നെ ത്രൂ ഔട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസംബർ വരെ, അല്ല ഒരു നെക്സ്റ്റ് ഇത് വരെ ഉള്ളത്. ഇതൊക്കെ പ്ലാന്റ് സ്റ്റേറ്റിലായിരിക്കും. ഇത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ? അല്ല, നമ്മളിപ്പോ റീലാണോ, കെറോസലാണോ, പോസ്റ്റർ ആണോ എന്ന് കൊടുക്കുന്ന ഒരു കോളില്ലേ, അത് കൊടുത്തിട്ടില്ല. ഹലോ, വോയിസ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ ഹലോ ഹലോ
ഹലോ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഞാൻ പറഞ്ഞു. ഹലോ ഹലോ ഓക്കെ വിമൽ ഇത് ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഓക്കെ 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 ഹലോ ഹലോ കേൾക്കാമോ? ലാസ്റ്റ് പറഞ്ഞ ഇപ്പൊ കേൾക്കാം. നേരത്തെ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ് എന്നുള്ളതല്ലേ? അതൊരു പക്ഷേ ഇൻസ്റ്റാഗ്രാം റീൽസ് ആവാം, അല്ലെങ്കിൽ കരോസൽ ആഡ്സ് ആവാം, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ വീഡിയോ ആഡ്സ് ആവാം, ഓക്കെ അങ്ങനെയുള്ളതാണ്. അത് ഞാൻ ഷോർട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു സെക്കൻഡ്, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചിലത് വാട്സപ്പ് ത്രൂ ആയിരിക്കാം. അതൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തതേ ഉള്ളൂ, ഒരു മീഡിയ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. സംടൈംസ് ഒരു മൾട്ടിപ്പിൾ മീഡിയസിലായിരിക്കും കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ അത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ കോണ്ടന്റ് കാണിച്ചിരുന്നു. ഫോർമാറ്റ് അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് യെസ് സെപ്പറേറ്റ് ഒരു കോളം വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പോലെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ഹലോ, ക്ലയന്റിന് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ റീഡബിലിറ്റി കൂടും. അതെ അവർക്ക് അതെ ഈസി ആയിട്ട് അതെ മനസ്സിലാക്കാൻ പറ്റും. അതെ, എനിക്ക് മനസ്സിലായി. യെസ് SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ യെസ്. കാര്യം എയർലൈൻസിന്റെ റൂൾസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്ന ഒരു റൂളിനകത്ത് പറഞ്ഞാൽ പവർ ബാങ്ക് യു കനോട്ട് ക്യാരി ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പം അത് നമ്മൾ ഒരു ബ്ലോഗ് പോസ്റ്റിൽ കൂടെ നമുക്ക് അറിയിച്ചുകൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യയുടെയൊക്കെ റൂൾസ് മാറുന്നുണ്ടാവും. അവരുടെ ഫ്ലൈറ്റ് സെക്ടർ മാറിയിട്ടുണ്ട്, ലഗേജിൻ്റെ അലവൻസ് കുറച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ബ്ലോഗ് പോസ്റ്റ് വഴി നമുക്ക് അറിയിച്ചുകൊണ്ടിരിക്കാം ടാർഗറ്റഡ് ഓഡിയൻസിന്. പിന്നെ എനിക്ക് ചെറിയൊരു സെഷൻ കൂടി ഉള്ള എന്താന്ന് വെച്ചാല് മന്ത്ലി കുറച്ചുകൂടെ കോണ്ടന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു 13 ഡേയ്സ് വരുന്നില്ലേ, അപ്പൊ അതിലൊരു അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 15 എങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റർ ആയി. കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ഇതിനകത്ത് ഇപ്പം മറ്റൊരു നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തിയപ്പോൾ അവർക്ക് മന്ത്ലി ഒരു വളരെ കുറവാണ്, ഇതിലും കുറവാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇത്രയും ഐറ്റംസ് ആണുള്ളത്. സി അഗൈൻ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടീം കപ്പാസിറ്റി ആൻഡ് ബഡ്ജറ്റ്. ബ്ലൂ ജെറ്റിന്റെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. മേ ബി ഇൻ ദ അപ്കമിംഗ് മന്ത്സ് വി ക്യാൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ആഡ്സ് ഇൻ ദ അത് റെസ്പോൺസ്. കുറച്ചുകൂടെ ബെറ്റർ ആവും. കാരണം അതെ അതെ നമുക്ക് ഒന്നുകൂടെ എൻഗേജിംഗ് ആയിട്ട് ഓഡിയൻസ് കൂടാനുള്ള സാധ്യതകൾ കുറച്ചുകൂടെ കൂടും. അതെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും കമ്പനിയായിട്ട്. ഇതാണ് ഞങ്ങളുടെ പ്രൊപ്പോസ്ഡ് പ്ലാൻ. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊരു ഒരു ഐഡിയ കൊടുക്കും. ഇഫ് യു വാണ്ട് ഇൻവോൾവ് സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വ്ളോഗേഴ്സിന് ഇൻവോൾവ് ചെയ്യിച്ചിട്ടുള്ള റീൽസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇത്ര ബഡ്ജറ്റ് ഉണ്ടാവും. പിന്നെ ആഡ് ഷൂട്ടിന് ഇത്ര ബഡ്ജറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അപ്രൂവൽ മേടിക്കണം. ആ അപ്രൂവൽ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് എക്സിക്യൂഷനിലോട്ട് വരും. ഓക്കെ പിന്നെ ചെറിയൊരു സെഷൻ വെച്ചാല് ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടല്ലേ കോളം ഹെഡിങ് കൊടുത്തിട്ടുള്ളത്, അത് ടോപ്പിക്കിന്നോ അല്ലെങ്കിൽ കോണ്ടന്റ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ എന്തിനുള്ള ടൈറ്റിലാണ്, എന്താണ് ടൈറ്റിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. ടൈറ്റിൽ ഉദ്ദേശിച്ചത് ക്രിയേറ്റീവ് ആഡ് ആവാം. എനിക്ക് മനസ്സിലായി എന്താണ് ടോപ്പിക് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതവിടെ ടോപ്പിക് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആവാം. പിന്നെ പ്രത്യേകം സൂക്ഷിക്കാത്ത അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഇമോജീസ് വന്നിട്ടുണ്ട്. ചാറ്റ്ജിപിടിയുടെ എടുത്തതാണോ എന്നറിയില്ല. അപ്പൊ നമ്മള് ക്ലയന്റിന്റെ ഒക്കെ വർക്ക്സ് ചെയ്യുമ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ജെന്യൂനിറ്റിനെയാണ് അവിടെ അത് എഫക്ട് ചെയ്യുക. കോമ്പറ്റീറ്റർ അനാലിസിസ് കൂടെ ശരിക്കും ഇതുപോലെ ഡോക്ക് ആക്കിയിട്ട് ചെയ്യണം കേട്ടോ, ഒരു പ്രോപ്പർ വർക്ക് ചെയ്യുമ്പോൾ.
ഉള്ളൂ that. ഒരു ദിവസം സമയം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ ഓക്കെ. ചെയ്യാം. എന്തായാലും ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഒന്നുകൂടെ ഞാൻ ഒരു idea ഉണ്ട്. പറഞ്ഞതിനേക്കാളും ചെയ്ത് വന്നപ്പോ കുറച്ചുകൂടെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും ആ അല്ലെ? ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടാസ്ക് ആയിട്ട് തന്നെ തന്നത്. ഉം. ഓക്കെ, എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സജഷൻസും കൂടെ ഒന്ന് Yes. ശരിയാക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഇത് ആക്ച്വലി എനിക്കൊരു ടെംപ്ലേറ്റ് കിട്ടിയതാണ്. അപ്പം നമുക്ക് അതിനകത്ത് ആ ടെംപ്ലേറ്റ് നമുക്ക് റീയൂസ് ചെയ്യാം. അതിൻ്റെ ഒരു വേറെ ഷീറ്റിൽ നമുക്ക് ഇയർ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രണ്ട് എൻഡ് എല്ലാം മാറിക്കോളും, ഓട്ടോമാറ്റിക്കലി മാറിക്കോളും എല്ലാം. ഓഫ് കോഴ്സ് അങ്ങനെ യൂസ് ചെയ്യാം. അതെ, റീയൂസ്. അപ്പം നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിനുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് വേറെ ഏത് ബിസിനസ്സിന് വേണമെങ്കിലും ഇത് സെയിം ടെംപ്ലേറ്റ് ചെറിയ മോഡിഫിക്കേഷൻസോടുകൂടി അതേപോലെ തന്നെ നമ്മളിപ്പോ ഈ മന്ത് ഒരു കലണ്ടർ ഉണ്ടാക്കി, നെക്സ്റ്റ് മന്ത് ആ സെയിം കലണ്ടർ നമുക്ക് യൂസ് ചെയ്യാം. അതിലെ ഡേറ്റ്സും ടോപ്പിക്സും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതെ. അതേ സെയിം ടേബിളിന്റെ ഡീറ്റെയിൽസ് തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് ടോപ്പിക്കും പിന്നെ ഡേറ്റ്സും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് എന്തായാലും ടെംപ്ലേറ്റ്സ് ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ടെംപ്ലേറ്റ്സ് എനിക്കൊരു ടെംപ്ലേറ്റ് കിട്ടി, പക്ഷേ ഇത് ക്യാൻവ ഒക്കെ യൂസ് ചെയ്തോ? ക്യാൻവയ്ക്ക് എനിക്ക് പ്രീമിയം അക്കൗണ്ട് ഉണ്ട് ഓൾറെഡി. ഓക്കെ. അപ്പൊ ഇതില് ഈ ടെംപ്ലേറ്റ് ഇതേപോലെ എക്സലിലോട്ട് വരുന്നില്ല, അത് ഡൗൺലോഡ് ചെയ്തിട്ട്. അത് നല്ല ടെംപ്ലേറ്റ്സ് ഒരുപാടുണ്ട്, പക്ഷെ ആ ഒരു ഫോർമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫോർമാറ്റ് പോകും. ആ CSV ആയതുകൊണ്ട്. XLS ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല ടെംപ്ലേറ്റ്സ് ഒരുപാടുണ്ട്. സ്പീക്കർ കണ്ടന്റ് എന്തായാലും കൊള്ളാം, ഓക്കെ ആയിട്ടുണ്ട്. ചെറിയ ആ സജഷൻസും കൂടെ ഒന്ന് നോക്കിയാൽ. താങ്ക് യു. നെക്സ്റ്റ് ആരുടേതായിരുന്നു? ഇൻഫർ ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. ചെയ്തത് എന്താണോ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മതി, ചെയ്തെടുത്തോളം മതി. അതിന്റെ ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്താലും മതി. എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വേറെ ആരൊക്കെയാ ചെയ്തിട്ടുള്ളത്? റോണി ചെയ്തിട്ടുണ്ടോ ടാസ്ക്? ചെയ്തു, പക്ഷെ അത് ശരിയായിട്ടില്ല. ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ശരിയായിട്ടില്ല. ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി. കുഴപ്പമില്ല, ചെയ്തവരെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കഫീലോ? എന്താ പേരെന്താ? കഫീലാണോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല മാഡം. ഹലോ, ചെയ്തിട്ടില്ല. എന്ത് പറ്റി? മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ ചെയ്യാറുണ്ട് നോർമലി. കുറച്ച് ബിസി ആയിപ്പോയി. ഓക്കെ. ഇവരുടെ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ലാസ്റ്റ് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് നോക്കി വെച്ചോ. ഈവൻ ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്താണ്, ഏതാണ് ബ്രാൻഡ്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഞാൻ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റർ അനാലിസിസും കണ്ടന്റും കാര്യങ്ങളും മാർക്കറ്റിങ്ങും ഡിജിറ്റൽ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. മന്ത്ലി നമ്മൾ 4 വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ 12 പോസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ബിസിനസ് ഓൺ ബിസിനസ് ചെയ്യാണോ? അതെ. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ അതിനെപ്പറ്റി ഐഡിയാസ് ഉണ്ടാവില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്താണ് ബിസിനസ്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, എന്താണ് കോണ്ടന്റ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻപത്തിന്റെ ലിങ്ക് എനിക്ക് ആക്സസ് ഇല്ല കാണാനായിട്ട്. ഹലോ, ഇല്ലേ? കാണാൻ പറ്റുന്നില്ല? ഇല്ല, ആക്സസ് ഇല്ല, കാണാൻ പറ്റുന്നില്ല.
എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോ എല്ലാവർക്കും കാണാലോ. ഓക്കെ, ഏതാ ബ്രാൻഡ് എന്താണ് എന്നൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യോ? ഹലോ, 1 മിനിറ്റ്. ഒരു മാർക്കറ്റിംഗ് ഏജൻസിയാണ് ചെയ്തത്. ഓക്കെ. ഒരു കാണുന്നുണ്ടോ? ഓക്കെ, ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണോ? ബ്ലെൻഡ് ബ്രാൻഡ്സ് എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഗ്രാഫിക് ഡിസൈനിങ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഗ്രാഫിക് ഓക്കെ, ഡിസൈനിങ്. ഓൺ ബിസിനസ് ആണോ ഇത്? ബിസിനസ് അല്ല, ഇത് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഓക്കെ ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ. പിന്നെ ഇതൊരു കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോ കാലിക്കറ്റിലുള്ളത് നമ്പർ 1 ഏജൻസിയാണ് ടു സ്റ്റുഡിയോ ആൻഡ് ഹാരിസ് ആൻഡ് കോ. അവരിപ്പോ നിലവില് കാലിക്കറ്റിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ്. ഐ തിങ്ക് CDAയുടെ ഒരു ഏജൻസി കൂടി ഇല്ലേ? കോണ്ടന്റ് മാർക്കറ്റിംഗ് അങ്ങനെ തോന്നുന്നു അവരും CD അത്യാവശ്യം. ഉണ്ട്, പക്ഷെ ഓക്കെ CD ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഹാരിസ് ആൻഡ് കോന്റെ അത്ര പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു. ഇല്ല, അതില്ല അറിയില്ല. അതില്ല അതില്ല. ആ ഹാരിസ് ആൻഡ് കോ അത്യാവശ്യം UAE-യിലും പുറത്തൊക്കെ അത്യാവശ്യം അതെ അതെ അതെ. മാർക്കറ്റിംഗ് പരിപാടി ഉണ്ട്. ഉം, ഉം. പിന്നെ ഡൂ സ്റ്റുഡിയോ കാലിക്കറ്റ് അത്യാവശ്യം ഫേമസ് ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ സർവീസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഞാനൊരു ക്ലയന്റ് ആണ്, ഞാൻ നിങ്ങളുടെ ഈ ഒരു ഏജൻസിയിൽ വന്ന എനിക്ക് എന്തൊക്കെ സർവീസ് കിട്ടും? നമുക്ക് SEO സ്പെഷ്യലിസ്റ്റിന്റെ SEOന്റെ സർവീസ് ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും, പിന്നെ പാക്കേജിങ്, മാർക്കറ്റിംഗ് പരമായിട്ടുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്. പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടോ? വീഡിയോ പ്രൊഡക്ഷൻ ഈ നമ്മള് ഈ ബ്ലെൻഡ് ബ്രാൻഡ്സ് ചെയ്യുന്നില്ല, പക്ഷെ ഹാരിസ് ആൻഡ് കോ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അത് അറിയാം. നിങ്ങളുടെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ബ്രാൻഡ് ചെയ്യില്ല. നമ്മുടെ ബ്രാൻഡ് വീഡിയോ പ്രൊഡക്ഷനിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. SEO ഉണ്ടാവും, ഓക്കെ. പിന്നെ അപ്പോ നിങ്ങൾ വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്ന സർവീസസ് അങ്ങനത്തെ എന്ന് പറയുന്നത്, ഹലോ ഷിജു, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർവീസസ് എന്ന് പറയുന്നത് അപ്പോ വെബ്സൈറ്റ് ഡെവലപ്പ് ഉണ്ടാവും, പിന്നെ SEO ചെയ്യും, പിന്നെ എന്താ ചെയ്യും? ആഡ്സ് ചെയ്യും. ആഡ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ പിന്നെ പോസ്റ്റർ കോണ്ടന്റ്സ് ഉണ്ടാവും, മൊമെന്റ് ഓക്കെ, മാർക്കറ്റിംഗ് ഉണ്ടാവും. SMM ചെയ്യുന്നുണ്ടോ? എങ്ങനെ, ഓ എന്ത് മാർക്കറ്റിംഗ് ഉണ്ടാവുന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ കേട്ടില്ല.
ബ്രാൻഡിങ് ആയിട്ട് വരുന്നത്. ഹലോ. ഓക്കെ, മൂവ്മെന്റ് മാർക്കറ്റിംഗ്. ഓക്കെ, അത് അങ്ങനെ ആ, ആ. അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗിലുള്ള ആ ഒരു സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോ നിങ്ങളെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്താ? ബാക്കി എനിക്കത്ര ഡീറ്റെയിൽ ആയി പറയാനൊന്നും അറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് ആക്കിയതാണ്. ആ ആ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. നാളെ ഇപ്പൊ റിയൽ ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇതില് സർവീസസ് എന്താന്നുള്ളത് തുടങ്ങി പറഞ്ഞു. നോക്കുന്ന ആ, ഹലോ. കേൾക്കുന്നില്ലേ? ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അത് നെറ്റ് കുറച്ച് സ്ലോ ആണ്. അതാണ് ഞാൻ ലിങ്ക് ഇട്ടത്. ജസ്റ്റ് ഒന്ന് നെറ്റ് ബ്രേക്ക് ആകുന്നു. കുഴപ്പമില്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇതില് ഏജൻസികളും ഏകദേശം ആ, ഒരേ സർവീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ആ, ഇവിടെ എന്റെ എന്റെ ബ്രാൻഡായ ബ്ലെൻഡ് ബ്രാൻഡ്സ് അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം മാർക്കറ്റിൽ ഉം, പിന്നെ എന്താ പറയാ ആക്റ്റീവ് ആവണം. ഉം, പിന്നെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി കണ്ടന്റ്സ്, അതേപോലെ റീൽസ്, ആഡ്സ്, ഉം, ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉം. ആകെ പോസ്റ്റ് ചെയ്തത് ഒരു 2 പോസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോ അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് എന്ന്. ആ സ്റ്റേജിനനുസരിച്ചുള്ള കോണ്ടന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്തോ? ഇല്ല അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുറച്ച് ടൈമേ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല, അപ്പൊ ആദ്യം ഈ സ്റ്റേജിലുള്ള കോണ്ടന്റ് ആണ് ചെയ്യേണ്ടത്. ആദ്യം എന്താ പറയാ നമ്മുടെ ഞാനിപ്പോ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ ഉം, ഇൻസ്റ്റാ പേജ് നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ഉം. എന്താ പറയാ ഒരു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രാൻഡ് അവയർനെസ് കൊടുക്കണം, അല്ലെ? അതന്നെ ബ്രാൻഡ് ഇങ്ങനെ ഒരു അവയർനെസ് ഏജൻസി കൊടുക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് നമ്മൾ ആദ്യം ഇടേണ്ടത്. ആൾക്കാരിൽ എത്തണം. ആൾക്കാർ അറിയണ്ടേ ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, എന്നാലല്ലേ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തുള്ളൂ സർവീസസിന് വേണ്ടി. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അതെ, ഈ ഒരു ഏജൻസിനെ കുറിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കാം. ഏതൊക്കെ രീതിയിൽ എത്തിക്കാൻ പറ്റും, ഏതൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പോസ്റ്റർ കോണ്ടന്റ്സ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള OPC യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഈയിടെ ഓക്കെ. കാലിക്കറ്റ് ഒരു ചിക്കിങ്ങിന്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അത്യാവശ്യം വൈറൽ ആയിട്ടുണ്ട് ആ ഒരു കോപ്പി. ആരായാലും കാല് പിടിച്ചു പോകുന്നു പറഞ്ഞിട്ടുള്ള ഒരു കോപ്പിയാണ്. ദെൻ ചിക്കൻ ലെഗ് പീസിന്റെ ഒരു ഇമേജും വെച്ചിട്ട്. അപ്പൊ അത് ഒത്തിരി പേര് നോട്ടീസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീഷെയറും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അവരവിടെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നല്ലൊരു കോപ്പി യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളും പോസ്റ്റർ കോണ്ടന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോപ്പി വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ റീച്ച് കിട്ടും. ഓക്കെ. ഓക്കെ. ഹലോ, ഇൻഫസ് പറഞ്ഞു കേട്ടായിരുന്നു. ഓക്കെ. കേട്ടായിരുന്നു. ഓക്കെ, അപ്പോ എങ്ങനെയുള്ള കോണ്ടന്റ്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? കലണ്ടർ മേക്ക് ചെയ്തോ? പിന്നെ കലണ്ടർ കുറച്ച് ചെയ്തിട്ടുണ്ടോ? മിസ്റ്റേക്സ് ഉണ്ടായില്ല. അത് കുറച്ച് കുഴപ്പമില്ല. മിസ്റ്റേക്സ് ഉണ്ടായില്ല.
കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ലേ? ക്ലിയർ ചെയ്ത് തരാം. നോ ഇഷ്യൂസ്. ആദ്യമായിട്ട് ചെയ്യുന്നില്ല, അപ്പൊ എന്തായാലും മിസ്റ്റേക്സ് വരണം. അജ്മീരെ കുറിച്ചിട്ട് കാണുന്നത് അജ്മീൻ്റെതാണോ ചെയ്യുന്നത്? അല്ല അല്ല, നമ്മളിപ്പോ ഒരു ഏജൻസി ആണല്ലോ. ഓക്കെ. അതാ ഞാൻ പറഞ്ഞത്, അത് ചെയ്തതിനെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി ചെയ്തത്. ഓക്കെ, എന്നാ ഞാൻ ഇത് ഞാൻ നോക്കുന്നില്ല. ഉദ്ദേശിച്ചെന്ന് ജസ്റ്റ് വെച്ചാല് എക്സ്പ്ലെയിൻ ചെയ്തോ. ആ, അത് എന്താ നമ്മുടെ ഉദ്ദേശം? ഏജൻസിയില് ഇപ്പൊ ബ്ലെൻഡ് ബ്രാൻഡ്സ് എന്ന് നമ്മുടെ ഏജൻസിയിലെ ഓക്കെ. അജ്മി ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ആ. മൊമെന്റ് മാർക്കറ്റിംഗിന്റെ ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചപ്പോ ആ ഒരു സംഗതിയാണ് അവിടെ കൊടുത്തത്. ഓക്കെ, നിങ്ങളുടെ ക്ലയന്റ് സ്റ്റോറീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണോ? ക്ലൈന്റ് ക്ലയന്റിന്റെ അജ്മി ആയിട്ട് വന്നത് വർക്ക്. അതാണ് കൊടുത്തത്. ഓ, ഓക്കെ. അതന്നെ അതന്നെ. അപ്പൊ അത് ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ക്ലയന്റ് വർക്ക്സ് എന്നോ അല്ലെങ്കിൽ അവർ ക്ലയൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ആ ടോപ്പിക്കിന്റെ അവിടെയല്ലേ അങ്ങനെ മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഏത് ക്ലയന്റ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പേരും കൂടെ അനുവദിക്കാം. അങ്ങനെ ചെയ്യാം. നല്ല തോട്ടാണത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എന്താ വേണ്ടത്? അവയർനെസ് ആണ്. ഓക്കെ, അതിന് ശേഷമാണ് ഇതുപോലത്തെ കോണ്ടന്റ്സ് ചെയ്യേണ്ടത്. ഹലോ, മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. പിന്നെന്തായിരുന്നു പ്ലാൻ ചെയ്തേ? പിന്നെ അടുത്തത് ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോ, അതായത് ബെസ്റ്റ് സർവീസ് ഇൻ കാലിക്കറ്റ് ബ്ലെൻഡ് ബ്രാൻഡ്സിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോ ആണ് പിന്നെ പ്ലാൻ ചെയ്തത്, ഒരു റീലായിട്ട്. പിന്നെ അതുപോലെ എൻഗേജ്മെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഡൗൺ ആയ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനെ സെയില് ആക്കി കൊടുക്കുന്നത്, ആ ഒരു ടൈപ്പുള്ള ഒരു ലോങ് വീഡിയോ. ഓക്കെ, ഏതെങ്കിലും ഒരു റിയൽ ക്ലയന്റിനെ വെച്ചിട്ടാണോ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ നിങ്ങൾ തന്നെ ചെയ്യും? റിയൽ ക്ലയന്റിനെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതില് പോഡ്കാസ്റ്റ് വെച്ചിട്ടുണ്ടോ? അതേപോലെ അടുത്തത് അത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാവുമല്ലോ. അതിനെ കുറിച്ച് സംസാരിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ട്രെൻഡിങ് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അതെ അതെ, സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് വീഡിയോ. ഇപ്പൊ പോഡ്കാസ്റ്റ് അത്യാവശ്യം ട്രെൻഡിങ് ആണല്ലോ. അതെ അതെ. ബ്രാൻഡ് അവയർനെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് കുറച്ച് താഴെ പോയി കൊടുത്തു. മുന്നേ കൊടുക്കണം. അത് കുറച്ച് ആദ്യം ഫസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് മാത്രമാണ് ഇതുപോലത്തെ കോണ്ടന്റ്സ് ചെയ്യേണ്ടത്. ഇതെന്തായിരുന്നു ലാസ്റ്റത്തെ വേറെ സ്റ്റാർട്ടപ്പ് കൂടെ? എന്ത് സംഭവം? ബ്ലെൻഡ് ബ്രാൻഡ്സ് ന്യൂ സ്റ്റാർട്ടപ്പ്, ന്യൂ ലോഞ്ച് പോസ്റ്റർ ആണ്. അതും ഫസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഫസ്റ്റ് ചെയ്യണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയാണ്. അത് കുഴപ്പമില്ല, ഫസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ബട്ട് ഐഡിയാസ് കൊള്ളാം. കോൺസെപ്റ്റ് ഒക്കെ കൊള്ളാം. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ബ്രാൻഡ് അവയർനെസ് ആണ് ചെയ്യേണ്ടത് അല്ലേ? ഫസ്റ്റ് ബ്രാൻഡ് അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കാം. നമ്മുടെ ബ്രാൻഡ് പോസ്റ്റർ ആയിട്ടൊന്നുമില്ല, ഞാൻ സ്റ്റേജസ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നു. ഫസ്റ്റ് അവയർനെസ്, പിന്നെ കൺസിഡറേഷൻ, പിന്നെ ഡിസിഷൻ. ഈ 3 രീതിയിലുള്ള കോണ്ടന്റ്സ് ഫസ്റ്റ് നമ്മൾ മേക്ക് ചെയ്യാം. ആദ്യം ആൾക്കാരിലേക്ക് എത്തിക്കാം,
പിന്നെ അവർക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം എത്തിക്കാം. ആദ്യം ബ്രാൻഡിനെ കുറിച്ച് പറയുക, പിന്നെ നമ്മുടെ സർവീസസിനെ കുറിച്ച് പറയുക, പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അത് പറയാം. അങ്ങനെ ലാസ്റ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ട് നമ്മളെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ ആക്കിയാൽ കൂടെ മതി. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് റോണി. ഹലോ റോണി, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ചെയ്ത് വർക്ക് ഒന്ന് കാണിക്കൂ, സ്ക്രീൻ ഷെയർ ചെയ്യൂ. നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ആണ് ചെയ്തത്. എന്താണ് ലീഡ്സ് ട്രെയിനിങ്ങിനെ കുറിച്ച്. എന്താ ക്ലിയർ ആയല്ലോ, ഒന്ന് പറയാം. ഇന്റേണൽ ലീഡ്സ് ട്രെയിനിങ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ഓക്കെ വേറെ ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ഓക്കെ കമ്പയർ ഓക്കെ ചെയ്തിട്ടുള്ള ഇതായിട്ട് ചെയ്യുന്നത്. ഓക്കെ എഐയുടെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇത് നോക്കണ്ട, ജസ്റ്റ് എന്താണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നോക്കേണ്ട ആവശ്യം. എയുടെ എന്താണ് കോമ്പറ്റേറ്റർ അനാലിസിസ്, ആരൊക്കെയാണ് കോമ്പറ്റേറ്റർ സയൻസ് എടുത്തിട്ടുള്ളത്, അവരെന്തൊക്കെയാണ്, നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണ്, ഒന്ന് പറഞ്ഞു. അത് 2 കോമ്പറ്റേറ്റേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഡോട്ടിൻ അക്കാഡമിയും ഡിജി സ്കിൽസ് അക്കാഡമിയും കൊച്ചിയിലുള്ള ഓക്കെ ഉണ്ട്. അത് നമ്മളെ ഫീച്ചേഴ്സും അവര് തമ്മിലുള്ള ഫീച്ചേഴ്സും നമ്മളൊക്കെ അത് മെയിൻ ആയിട്ട് പറയുന്നത്. അത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എന്താണ് ഡിഫറൻസ് വരുന്നത്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. ഡോട്ടിൻ അക്കാഡമി ഒക്കെ ആകുമ്പോൾ നമുക്ക് 6 മാസമാണ് അവരുടെ ഡ്യൂറേഷൻ വരുന്നത് പഠിപ്പിക്കുന്നത്. അവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ടൂൾസും മെന്റർഷിപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. പ്രീമിയം റേഞ്ച് ആണ്. സെംബ്രഷ്, അഹറസ്, ഹബ്സ്പോട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അവരോട്. എങ്ങനെ കേട്ടില്ല. ഓരോ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. സെംബ്രഷ്, ഡോട്ടിൻ അക്കാഡമിയില് സെംബ്രഷ്, അഹറസ്, ഹബ്സ്പോട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ടൂൾസ് ഉപയോഗിച്ചിട്ട്. പിന്നെ ഇന്റർണൽ ലീഡ്സിൽ റിയൽ ടൈം പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ ബാച്ചസ് ആണ്. പിന്നെ വാല്യൂ ഫോർ മണി ആണ് ഇന്റർണൽ ലീഡ്സിൽ. ഡോട്ടിൻ അക്കാഡമി ആകുമ്പോൾ പ്രീമിയം റേഞ്ച് ആണ് വരുന്നത്. പിന്നെ ഡോട്ടിൻ അക്കാഡമിയിൽ 95 to 100% പ്ലേസ്മെന്റ് ക്ലെയിം ഒക്കെ പറയുന്നുണ്ട്. ഡിജി സ്കിൽസിൽ 100% പ്ലേസ്മെന്റ് ക്ലെയിം ആണ് പറയുന്നത്. പിന്നെ അവരുടെ ഫീസ്, ഡിജി സ്കിൽസിന്റെ ഫീസ് ഒക്കെ കോമ്പറ്റേറ്റീവ് ആണ്. ഇവരുടെ ഈ 2 കോമ്പറ്റേറ്റേഴ്സിന്റെയും ഫോളോവേഴ്സ് റേഞ്ച് എങ്ങനെയാ വരുന്നത്? അത് ആഡ് ചെയ്തിട്ടില്ല. അത് ആഡ് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇവരെ റിവ്യൂസ് വരുന്ന 4.9 ആണ് വരുന്നത്. ഇവരെ 3 പേരും. ഈ ഡിജി സ്കിൽസിന് 5 ആണ്. ഓക്കെ, ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ചെക്ക് ചെയ്തായിരുന്നോ കോമ്പറ്റേറ്റേഴ്സിന്റെ? ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. അത് ചെക്ക് ചെയ്യണ്ടേ? ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത്.
ആദ്യം കോമ്പറ്റേറ്റേഴ്സിനെ നോക്കുക, പിന്നെ അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് അവരെങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് ടൈപ്പ് കോണ്ടന്റ് ആണ് അവർ ചെയ്യുന്നത്, അവരുടെ ഏത് ടൈപ്പ് കോണ്ടന്റ് ആണ് റീച്ച് കിട്ടിയിട്ടുള്ളത്, ഏതിന് റീച്ച് കുറവാണ്, എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജീസ്, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതെ, അതെ. ഓക്കെ, ശരി, കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെന്താണ് ഫൈൻഡിങ്സ്? പിന്നെ കമ്പാരിറ്റീവ് ഇൻസൈറ്റ്സ് അത് പറയുമ്പോൾ ഒരു കോഴ്സ് ഡെപ്ത്, എൽറ്റിയുടെ കോഴ്സ് ഡെപ്ത് മോഡറേറ്റ് 4 മോഡൽസ് ആണ് പഠിപ്പിക്കുന്നത്. ഡോട്ട് ആകുമ്പോൾ ഹൈ ആണ്, അഡ്വാൻസ്ഡ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നുണ്ട്. DG സ്കിൽസിൽ മോഡറേറ്റ് ആണ്, ഹൈ AI ഇന്റഗ്രേഷൻ ആണ് പഠിപ്പിക്കുന്നത്. പ്രൈസിങ് ആകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം വരുന്ന ഡോട്ട് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ILT ആണ് വരുന്നത്. കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് വരുന്ന DG സ്കിൽസ്. പ്ലേസ്മെന്റ് 100% വരുന്നത് DG സ്കിൽസിനാണ് വരുന്നത്, പ്ലേസ്മെന്റ് ഫോക്കസ്. പിന്നെ വാല്യൂ ബേസ്ഡ് ലേണിംഗ് ആകുമ്പോൾ നമ്മളുടെ ആണ് പറയുന്നത്. ILTക്കാണ് കുറച്ചും കൂടി വാല്യൂ ബേസ്ഡ്, ഷോർട്ട് ടേം ആണ്. പെട്ടെന്ന് ഷോർട്ട് ടേമിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കണമെങ്കിൽ ILTയിൽ എടുത്താൽ മതി. ബാക്കി ഡോട്ടീനൊക്കെ ആകുമ്പോൾ ലോങ് ടേം ആണ് വരുന്നത്, കോച്ചിങ് വരുന്നത്. DG സ്കിൽസ് ആകുമ്പോൾ ഇന്റേൺഷിപ്പ്, ഫ്രഷേഴ്സിനൊക്കെ ഇന്റേൺഷിപ്പോടെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് DG സ്കിൽസ്. ഇതാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മള് പിന്നെ ഒരു പ്ലസ് പോയിന്റ്, നമ്മൾ ILTയുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഓൺ അഫോർഡബിലിറ്റി, പിന്നെ ട്രെയിനർ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ എക്സ്പോസർ ഉണ്ട്. ഡോട്ട് അക്കാഡമിക്ക് പ്രീമിയം ആണ്, ഫുൾ ഇന്റൻസീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. DG സ്കിൽസ് ആകുമ്പോൾ കൂടുതലും ഫ്രഷേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇന്റേൺഷിപ്പോടുകൂടെ AI ഇന്റഗ്രേഷൻ ഉണ്ട്. പ്ലേസ്മെന്റ് ഡ്രിവൺ മാർക്കറ്റിംഗ് ആണ് അവിടെ പഠിപ്പിക്കുന്നത് കൂടുതലും. പിന്നെ ILTക്ക് കുറച്ചും കൂടി സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഡേറ്റ ഷെയർ ചെയ്യണം. അതുപോലെ അലുമിനി സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യണം കൂടുതലായിട്ട്. അതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ അഡ്വാൻസ് ലെവലിൽ പഠിപ്പിക്കണം. ഇൻട്രൊഡ്യൂസ് ടയർഡ് കോഴ്സ് ഓപ്ഷൻസ്, ഇൻട്രൊഡ്യൂസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടയർഡ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഒന്നിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിൽ കുറച്ചും കൂടി പഠിപ്പിക്കണം. AI വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കണം. പിന്നെ ലൈവ് പ്രോജക്ട്സ്, ഏതെങ്കിലും ഏജൻസീസുമായിട്ട് കുറച്ചും കൂടി ലൈവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യിപ്പിക്കണം. ആ ഒരു എക്സ്പോസർ വേണം. അതാണ് ഇവിടെ ഫൈൻഡിങ്സ്. എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോ കോമ്പറ്റീറ്റർ അനാലിസിസ് മെയിൻ ആയിട്ട് കോണ്ടന്റ് മാർക്കറ്റിംഗിൽ ചെയ്യുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആണ്, അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ കോണ്ടന്റിന്റെ കൺസിസ്റ്റൻസി, ഏത് രീതിയിലെ കോണ്ടന്റ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാനാണ് യൂഷ്വലി നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊന്നും ആ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ഇവിടെ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. കൂടുതലും കീ ഫീച്ചേഴ്സ് എന്താണ്, അവരുടെ ഫീച്ചേഴ്സ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. അങ്ങനെയല്ല, നമ്മൾ മെയിൻലി കോമ്പറ്റീറ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നോക്കണം. അവരെങ്ങനെയാണ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അവർ ആക്റ്റീവ് ആണ്, പിന്നെ എങ്ങനെയാണ് വീക്ക്ലി എത്ര കോണ്ടന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മന്ത്ലി എത്ര കോണ്ടന്റ് ആണ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് കോണ്ടന്റ് ആണ് റീച്ച് കിട്ടുന്നത്,
അതൊക്കെ നോക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുള്ളൂ. ആ രീതിയിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. കലണ്ടർ ചെയ്തിട്ടുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യം തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു പുതുതായിട്ട് തുടങ്ങുമ്പോൾ ഓക്കെ, ഫസ്റ്റ് എന്താണ് പ്ലാനിങ് ഒന്ന് പറയൂ. മന്ത്ലി എത്ര കോണ്ടന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? അതൊന്ന് പറയൂ. അതിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വെച്ച് ബ്രാൻഡ് അവയർനെസ് ചെയ്യും. സോഷ്യൽ മീഡിയ വഴി നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡ്യൂഷൻ, ബ്രാൻഡ് അവയർനെസ് ചെയ്യും ആദ്യമേ ഈ സോഷ്യൽ മീഡിയ വഴി. നമ്മളെ സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഉള്ള ഇത് ആദ്യമേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലോഗ് പോസ്റ്റ് ചെയ്യും. ലിങ്ക്ഡിൻ, അടുത്ത ദിവസം നമുക്ക് ബ്ലോഗ് പോസ്റ്റ് ലിങ്ക്ഡിൻ ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ഒരു ബ്ലോഗ് കൊടുക്കും. അപ്പൊ നിങ്ങൾ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് പ്ലാൻ ചെയ്യുന്നത് കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിട്ട്? അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, പിന്നെ യൂട്യൂബ്. ഇമെയിൽ കണ്ടു. ഇതിൽ ഞാൻ ഇമെയിൽ കണ്ടു. ഇമെയിലിൽ ഏത് രീതിയിൽ എങ്ങനെയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് നമ്മളെ ഫോളോ അപ്പിന് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിത് ബ്രാൻഡ് അവയർനെസ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിലിലും നമ്മൾ ആഡ് കൊടുത്തിട്ട് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ കൊടുക്കും. അപ്പൊ അതിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാ വരിക? സ്റ്റുഡൻസ് വരാം, ഇമെയിലിലൂടെ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് വരാം, സ്റ്റുഡൻസിന് വരാം, സ്റ്റുഡൻസിന് അത് വരുന്നുണ്ട്. വർക്കിംഗ് ആയിട്ടുള്ളവർ ഇത് വരും. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓരോ ടാർഗറ്റ് ഓഡിയൻസിനും ഡിഫറെന്റ് രീതിയിലായിരിക്കും കോണ്ടന്റ് വരിക. എങ്ങനെയാ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? സ്റ്റുഡൻസിന് എങ്ങനെയാണ്? വർക്കിംഗ് പ്രൊഫഷണൽസിന് എങ്ങനെയാ? ഏത് രീതിയിലെ മാർക്കറ്റിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്? വീഡിയോ ആണോ? അല്ല, ഇമെയിൽ ത്രൂ തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ എങ്ങനെയാണ് അവരെ ഫോക്കസ് ചെയ്യുന്നതെന്ന്? ടോപ്പിക് ഇതാണ് കൊടുക്കുന്നത്, വാട്ട് യു ക്യാൻ ലേൺ. എന്താണ് പഠിക്കാൻ പറ്റുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യും. നമ്മളെ ഫീച്ചേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യും. കോൾ ടു ആക്ഷൻ ബട്ടണും കൂടെ അതിൽ കൊടുക്കും. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. കോൾ ടു ആക്ഷൻ നമ്മൾ എല്ലാത്തിലും കൊടുക്കണമല്ലോ, എല്ലാ കോണ്ടന്റിലും കൊടുക്കണം. ഹലോ, അതെ. പിന്നെ വരുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ വീണ്ടും ഫോളോ അപ്പ് മാർക്കറ്റിംഗ്, നമ്മളെ കരിയർ പാർട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുള്ള കരിയർ പാർട്സ് നമ്മൾ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കും. പിന്നെ അടുത്ത ദിവസം നമ്മൾ ബ്ലോഗ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു ഗൂഗിൾ ആഡ്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റ് കൊടുക്കും. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഡെമോ ക്ലാസ്സോ ഫ്രീ ഇ ബുക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യും. ഡെമോ ക്ലാസ്സോ? എങ്ങനെയാ ഡെമോ ക്ലാസ് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? വീഡിയോ ഇതിന്റെ കൂടെ ലിങ്ക് ഇടും, അല്ലെങ്കിൽ ഇ ബുക്ക് ലിങ്ക് നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യും.
ഫ്രീ ഡെമോ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഫ്രീഡം ഓഫ്. ഓക്കെ. അതെങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ് യൂട്യൂബില് അല്ല അല്ല ഷെയർ അങ്ങനെയാണോ? അല്ലാതെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, യൂട്യൂബിൽ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കും. ഇൻഫോർമേറ്റീവ് കൈൻഡ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഏതെങ്കിലും ക്ലാസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതെ, ഓക്കെ. ഏതെങ്കിലും ഒരു വീഡിയോ. പിന്നെ ലിങ്ക്ഡിനിൽ ബ്ലോഗ് പോസ്റ്റ് ചെയ്യും. നമ്മൾ ട്രെയിനേഴ്സിനെ കുറിച്ച്, നമ്മളെ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കും ബ്ലോഗിനകത്ത്. ട്രെയിനറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു മിനി ആയിട്ടുള്ള ബയോ കൊടുക്കും. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യും. ടിപ്സ് പോലെ കൊടുക്കും. സോഷ്യൽ മീഡിയ ആഡ്സ് ക്യാൻ ബൂസ്റ്റ് സ്മോൾ ബിസിനസ്. ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് സ്മോൾ ബിസിനസ്സിനൊക്കെ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ടിപ്പായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അത് താല്പര്യമുള്ളവർക്ക് നമ്മളെ സ്ഥാപനം ഒരു ഫ്രീ വെബിനാർ കൊടുക്കും. 30 സെക്കൻഡ്സിന്റെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണമെങ്കിൽ. അതെ. പിന്നെ ഇമെയിൽ, ഫ്രീ സിമ്പിൾ SEO ടിപ്സ് ടു ഇംപ്രൂവ് യുവർ വെബ്സൈറ്റ് റാങ്കിങ്. അങ്ങനെ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ നമ്മൾ അയക്കും. അതിന്റെ കൂടെ നമ്മൾ ഫ്രീ ബുക്ക് സെഷൻസ് കൊടുക്കും, ഷോർട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള. പിന്നെ യൂട്യൂബ് തന്നെ ഇതില് ബ്ലോഗില് കേസ് സ്റ്റഡി എന്ന് വെച്ചിട്ടില്ലേ, അതെങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് വൺ, ലാസ്റ്റ് വൺ ഇല്ലേ കേസ് സ്റ്റഡി, അത് ഏത് രീതിയിലാണ്? ഏതെങ്കിലും ഒരു സബ്ജക്ട് വെച്ച് നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. കേസ് സ്റ്റഡി അതൊക്കെ എന്താണ്, ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് സോഷ്യൽ പ്രൂഫിംഗ്. നമ്മള് സ്റ്റുഡൻസ് പഠിച്ചത് എങ്ങനെയാണ്, അവർ പഠിച്ചത് എങ്ങനെയാണ്, അവർ പാസ് ചെയ്തതിന്റെ ഒരു സ്റ്റഡി അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ഇത് കണ്ടിട്ട് ഇത് താല്പര്യമുള്ളവർക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് അവർക്ക് സ്റ്റുഡന്റിന്റെ ഫോട്ടോ, നമ്മളെ സക്സസ് റിസൾട്ട്സ് ഒക്കെ നമ്മളെ കാണിക്കും. അത് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കാം. ബ്ലോഗ്. അപ്പോ മന്ത്ലി ടോട്ടൽ എത്ര കണ്ടന്റ്സ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാ, സെയിൽസ് ആണോ, ലീഡാണോ? ലീഡല്ല. എത്ര ഇപ്പോ മന്ത്ലി ഒരു കൗണ്ട് ഉണ്ടാവില്ലേ, എത്ര നമ്പർ ഓഫ് കോണ്ടന്റ്സ് പോകണം, അല്ലെങ്കിൽ വീക്ക്ലി എത്ര നമ്പർ ഓഫ് കോണ്ടന്റ്സ് പോകണം എന്നാണ് പ്ലാൻ. ഇവിടെ ഇപ്പോ ഡെയിലി ഒരു 1 to 12 വരെ ഡെയിലി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഡെയിലി പോസ്റ്റിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? ഡെയിലി ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഒരു കോണ്ടന്റ് പോയിരിക്കണം, അങ്ങനെയാണോ? ഡെയിലി പോണം. അതെ. അത് ഏത് പ്ലാറ്റ്ഫോം ആയാലും അങ്ങനെയാ, ഏത് രീതിയിലാ? അതല്ല എല്ലാ പ്ലാറ്റ്ഫോമിലും ഡെയിലി കോണ്ടന്റ് വേണം, അങ്ങനെയാണോ? ഇല്ല, ഡെയിലി നമ്മളിങ്ങനെ യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഞാൻ ചോദിച്ചത് ഡെയിലി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ചെയ്യുമോ, അല്ല ഒരു ദിവസം ഒരു പ്ലാറ്റ്ഫോമും നെക്സ്റ്റ് ഡേ വേറെ പ്ലാറ്റ്ഫോം, അങ്ങനെയാണോ? അങ്ങനെ ഓരോ ദിവസം ഓരോ പ്ലാറ്റ്ഫോം. അതെ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസം. ഞാൻ
ഓക്കെ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ എനിക്കത് ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയാസും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോറീസ് ഒക്കെ അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്ത് കാണാറില്ല, പക്ഷെ സ്റ്റോറീസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇമെയിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടാണ്. ഓക്കെ, താങ്ക് യു. കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുമ്പോഴാണ് ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. കോമ്പറ്റീറ്റർ അനാലിസിസ് കുറച്ചുകൂടെ അറ്റ്ലീസ്റ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്തായാലും നോക്കണം, എന്നാലേ ഐഡിയ കിട്ടും. അവരെന്താ ചെയ്തെന്നുള്ള കറക്റ്റ് മനസ്സിലായിട്ട് മാത്രമേ അതിനെ കൊണ്ട് കാര്യം കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സജഷൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് സീരിയസ് ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. ഓക്കെ. എന്നാലേ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഏത് ട്രെൻഡാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം എന്നൊക്കെ നമുക്കൊരു അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ അത്. അതെ. അതർവൈസ് ഇറ്റ്സ് ഗുഡ്. ഓക്കെ. അടുത്തതാരായിരുന്നു? ഷിബ്ല. ഹലോ ഷിബ്ല, കേൾക്കുന്നില്ലേ? ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ല. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ലേ? അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതുപോലത്തെ ഡോക്ക് ഒന്നും ചെയ്തില്ല എങ്കിലും ജസ്റ്റ് പ്രസന്റ് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്താണ്, ഏത് ബ്രാൻഡാണ് എടുക്കുക. ഇപ്പോ ഷിബ്ല ഒരു ബ്രാൻഡ് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, സ്ട്രാറ്റജീസ്, അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാനൊരു ഇലക്ട്രിക്കൽ ഐറ്റം ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ. എന്താണ് സർവീസ് എന്താണെന്നൊന്ന് പറഞ്ഞു. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. എന്താന്ന് ചോദിച്ച്? സർവീസ് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണോ, സർവീസ് ആണോ, എന്താണെന്നുള്ളത് പറയും. ഇലക്ട്രിക്കൽ ഐറ്റംസ് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ ഓക്കെ. എങ്ങനത്തെ ഹെഡ്ഫോൺസ് അങ്ങനത്തെയൊക്കെയാണ്? മൊബൈൽ ആക്സസറീസ് ആണോ? മൊബൈൽ ആക്സസറീസ് ആണോ, അതല്ല അപ്ലയൻസസ് അങ്ങനത്തെ ആണോ? മൊബൈൽ ആക്സസറീസ് അല്ലാതെ ഈ വാക്യൂം ക്ലീനർ അങ്ങനെ ഐറ്റംസ് ഉണ്ടല്ലോ, പോർട്ടബിൾ മിനി ഐറ്റംസ്. അപ്പൊ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ആക്റ്റീവ് ആണോ? ആക്റ്റീവ് അല്ല, പിന്നെ ആക്റ്റീവ് ആക്കണം. 1-2 ആഡ്സ് എല്ലാം റൺ ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് കോമ്പറ്റീറ്റേഴ്സ് ഈ ഫീൽഡിൽ? കോമ്പറ്റീറ്റേഴ്സ് അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആരാണ് കോമ്പറ്റീറ്റേഴ്സ് നോക്കില്ല? രീതിക്കൊന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന്. ഓക്കെ. എന്നാലും ഒരു കോമ്പറ്റീറ്റർ ആരെയും അറിയില്ല? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ. ഷിബിൽ എന്നാല് ലാസ്റ്റ് പറയാം, കഫീൽ പറയട്ടെ, അപ്പോഴേക്കും ഒന്ന് നോക്കിയത്. കഫീൽ.
യെസ്. ഓക്കെ, എന്താണ് ബിസിനസ്, എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്റെ ബിസിനസ് നമ്മൾ ഫ്രോസൺ ഫുഡ് ഐറ്റംസിന്റെ മാനുഫാക്ചറിങ്, റെഡി ടു ഈറ്റ് ഇൻസ്റ്റന്റ് പ്രോഡക്ട്സ് ആണ്. അൽഹയാത്ത് എന്നാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പൊ അതിന് ഓൾറെഡി നമുക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായത് ഇപ്പൊ ഈ അടുത്താണ്. നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായത്. ഏകദേശം 15 years ആയിട്ടുള്ള ഫാമാണ്. അതില് അതിൽ 7-8 years ആയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ഏരിയയിലുള്ളത്. എവിടെയായിരുന്നു ഇപ്പോ ലൊക്കേഷൻ, എവിടെയായിരുന്നു? നമ്മൾ കാസർഗോഡാണ്. ഫാക്ടറിയും കാര്യങ്ങളൊക്കെ എൻഫ്രയിലാണ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും പിന്നെ അതുപോലെ കർണാടക, തമിഴ്നാട് അവിടെയൊക്കെ ഹോൾസെയിലേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ മാനുഫാക്ചർ. ഓക്കെ, ഇപ്പോ നമ്മൾ റീസെന്റ് നമ്മൾ റീറ്റെയിൽ B2C അങ്ങനെയുള്ള കാറ്റഗറിയിലും കൂടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ലാസ്റ്റ് ഒരു 4-5 months ആയിട്ട് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് നമ്മൾ മെയിൻ ആയിട്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ നമ്മൾ ബ്രാൻഡ് അറിയാം നമുക്ക് എന്തായാലും ഇവിടെ കാസർഗോഡും. പിന്നെ അതേപോലെ നമ്മള് എൻ കസ്റ്റമറിന് അറിയണം എന്ന് നിർബന്ധമില്ല നമ്മളെ ബ്രാൻഡ്. നമുക്ക് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് നമുക്ക് മെയിൻ ആയിട്ട്. അപ്പോൾ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങളത് ഒരു B2B മാർക്കറ്റിംഗ് ആണോ? B2B ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ B2B സെക്ഷനിൽ ഞങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പൊ ഇനി ഞങ്ങൾ B2Cയിലേക്കും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ B2C സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കാസർഗോഡ് നിന്നാണ്. നെക്സ്റ്റ് മേ ബി വിതിൻ 2 months 3 months നമ്മൾ എക്സ്പാൻഷൻ ലെവലിലാണ്. എറണാകുളം അങ്ങോട്ടൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അതിലൊക്കെ നമ്മുടെ പ്രോഡക്ട്സ് വരും. മിക്കവാറും റീറ്റെയിലിൽ ഇപ്പൊ ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങോട്ടൊക്കെ വരും. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്യുന്നുള്ളത് നമ്മളെല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആകുന്ന ഒരു സ്റ്റോർ ഉണ്ടാവും. ആ സ്റ്റോറിൽ 3 sections ഉണ്ട്. ഒന്ന് കഫേ അതായിട്ട്. അപ്പൊ ഞാൻ അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് പറയുന്നത് ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് ആയിട്ട് ഇതുണ്ട്. പിന്നെ ഫ്രോസൺ മീറ്റ് ഐറ്റംസ് കിട്ടുന്ന ഒരു സെക്ഷന്. പിന്നെ അതേപോലെ ഫ്രോസൺ സ്നാക്സ്, നഗറ്റ്സ്, ബർഗർ പാറ്റീസ്, അങ്ങനത്തെ ഉള്ള സ്നാക്സ്, അങ്ങനെയുള്ള ഇതാണ്. ഇങ്ങനെ 3 സെക്ഷനാണ് നമുക്കുള്ളത്. അപ്പോ ഇതിലിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളത് ബ്രാൻഡ് അവയർനെസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഓരോ വീഡിയോസ് ബ്രാൻഡ് അവയർനെസ് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓരോ ടൈപ്പ് ഓഫ് കണ്ടന്റിലാണ്. ഇപ്പൊ ഈ മാസം നമ്മൾ ചെയ്യുന്നുള്ളത് എന്താ വെച്ചാൽ നമ്മൾ 15 years എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മൾ അൽഹാത്തിനെ ട്രസ്റ്റ് ചെയ്യൂ, അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് വെച്ചിട്ട് നമ്മള് പ്രൊഡക്റ്റ് ബ്രാൻഡ് സ്റ്റോറി ഒക്കെ ചെയ്തിട്ടുണ്ടോ? ബ്രാൻഡ് സ്റ്റോറി ആയില്ലേ? നമ്മള് 2019 കേരള ഗവൺമെന്റിന്റെ ഇതുണ്ടായിരുന്നു. നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ DIC എന്ന് പറഞ്ഞിട്ടാണ്. DICയുടെ അവരെ ഇതില് ബ്രാൻഡ് സ്റ്റോറി അവര് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കേരളത്തിലെ 100 ബെസ്റ്റ് ഇതില് നമ്മളുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാന്റിന്റെ ഇതൊക്കെ എടുത്തിട്ട് അവർ ബ്രാൻഡ് സ്റ്റോറി ചെയ്തിട്ടുണ്ട്. 2019 കോവിഡ് സമയത്ത് എക്സിസ്റ്റ് ചെയ്ത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. പിന്നെ ഞങ്ങളായിട്ട് ചെയ്തിട്ടില്ല, അവര് ചെയ്തതാണ്. പിന്നെ അത് തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ബ്രാൻഡിനെ, നമ്മളെ ഫസ്റ്റ് ബ്രാൻഡ് അൽഹയാത്തിനെ കുറിച്ചിട്ട് എല്ലാ മാസവും ഒരു വീഡിയോ ചെയ്യും. പിന്നെ നമ്മള് 3 കാറ്റഗറി. കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഇവിടെ കാസർഗോഡ് മാനുഫാക്ചറിങ് ഇല്ല ആക്ച്വലി. വേറെ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലാണ് വേറെ ടീമൊക്കെയാണ് ഉള്ളത്. കർണാടകയിലൊക്കെയാണ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. കർണാടകയിൽ ഇപ്പോ നമ്മളൊരു ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. അവരൊക്കെ വലിയ ടീമാണ്, നമ്മൾ അത്ര വലിയ ടീമല്ല. അവർ ചെയ്യുന്ന അതേ പ്രോഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഡെലീഷ്യസ്. പിന്നെ ഇപ്പൊ കേരളത്തിൽ ഫ്രോസൺ സ്നാക്സ് ചെയ്യുന്ന ഇപ്പൊ അങ്ങോട്ടൊക്കെ കൊച്ചിയിലൊക്കെ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബ്രാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലീഷ്യസ് എന്ന് പറയാം, സിപ്പി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, മീറ്റ്സ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ ആ പ്രൊഡക്ട്സ് നമ്മളിവിടെ മാർക്കറ്റിൽ വേറെ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ വിൽക്കുന്നുണ്ട്. അവര് ഞങ്ങളെ കോമ്പറ്റേറ്റർ ആണ് ആക്ച്വലി. ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ
കോമ്പറ്റേറ്റർ. മാനുഫാക്ചറിങ് സെക്ഷനിൽ ഇവിടെ ആരുമില്ല, പക്ഷെ ഡിസ്ട്രിബ്യൂഷനിൽ അവർ കോമ്പറ്റേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലെ കോണ്ടന്റ്സ് പ്ലാൻ ചെയ്യുക? ഇപ്പൊ മന്ത്ലി ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ പോസ്റ്റേഴ്സ് നമ്മള് വീഡിയോസ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് B2Cയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പോ അതിൽ B2Cയിൽ നമുക്ക് അങ്ങനെ വലിയ കോമ്പറ്റേറ്റേഴ്സ് ഇല്ല. നമ്മൾ ഇവിടെ ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റ്, ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതലും ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് അവയർനെസ് ആണ് കൂടുതലും കൊടുക്കേണ്ടി വരാറുള്ളത് നമുക്ക് കൂടുതലായിട്ടും. അപ്പോൾ ഫസ്റ്റ് കമ്പനീന്റെ അവയർനെസ് ചെയ്യും, പിന്നെ പ്രോഡക്റ്റ് അവയർനെസ് ചെയ്യും. പ്രോഡക്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ഫ്രോസൺ സ്നാക്സിൽ പോകുന്ന ഒരു കെറോസൽ പോലെ ഏതൊക്കെ പ്രോഡക്ട്സ് എന്നുള്ള അതിനെ കുറിച്ചിട്ടൊരു ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ മാസവും ഓരോ രീതിയിലാണ് ചെയ്യാം. മിനിമം ഒരു 10-12 പോസ്റ്റേഴ്സ് ചെയ്യും, ഒരു 4 വീഡിയോസ് ചെയ്യും, വീഡിയോ കണ്ടന്റ് ഉണ്ടാവും. ആ വീഡിയോയിൽ ഒന്ന് ബ്രാൻഡ് അവയർനെസ്, ഒന്ന് നമ്മൾ ഒരു സെക്ഷൻ ഓഫ് പ്രോഡക്ട്സ്, പിന്നെ ഒന്ന് ഓഫേഴ്സ് സെക്ഷന്, ഓഫർ രീതിയിലുള്ള ഇതായിട്ട് ചെയ്യും. ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളത്. പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പോസ്റ്റേഴ്സോ? വീഡിയോ കോണ്ടന്റ്സ് ഓൺലി ആണല്ലോ. അല്ല, പോസ്റ്റേഴ്സും ചെയ്യുന്നുണ്ട്, വീഡിയോ കണ്ടന്റ്സും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ്? ഇൻസ്റ്റാഗ്രാം ഓൺലി ആണോ അതോ വേറെ? ഇൻസ്റ്റ ഫേസ്ബുക്കിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ചെറുതായിട്ട് അവിടെ നമ്മള് ഇതിൽ വരുന്ന കസ്റ്റമേഴ്സിന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് API അങ്ങനെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പ്ലാനൊക്കെ കൊള്ളാം. എനിക്കൊന്ന് നിങ്ങളിതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാലേ കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടുക, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ഏതാണ് വർക്ക് ആവാന്നൊക്കെ. ഇപ്പൊ ഓരോന്നോരോന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് നമ്മള്. ഒന്ന് ബ്രാൻഡ് അവയർനെസ് എല്ലാ മാസവും നമ്മൾ ചെയ്യും, ഒന്ന് അതാണ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് വെച്ച് ഫോക്കസ് ചെയ്യും. ഒന്ന് ഫ്രോസൺ സ്നാക്സിന് വെച്ചിട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യും. അതിനെ ടാർഗറ്റ് ചെയ്യും. അതിനെ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ആ ബിഹേവിയറൽ ഇത് വെച്ചിട്ട് നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ അതിനെ തന്നെ ടാർഗറ്റ് ചെയ്യും. പിന്നെ കഫേ ഉണ്ട് നമുക്ക്, റെസ്റ്റോറൻറ്റ്. ഏതാണ്? വെബ്സൈറ്റ് ഒക്കെ ഉണ്ടോ? വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റെസ്റ്റോറന്റ് ഇത് ഫുഡ് ഉണ്ടല്ലോ, ഫ്രൈഡ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഓൺലൈൻ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെയും ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് അവർക്ക് വ്യൂ ആവുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അവരെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മൾ കോളിലേക്കോ വെച്ച് നമ്മൾ അങ്ങനെ രീതിയിലുള്ള കണ്ടന്റോ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ഒക്കെ ഓക്കെയാണ്. ഇങ്ങനെയാണ് മെയിനായിട്ട് ചെയ്യുന്നില്ല. ഓരോന്നോരോന്ന് പിന്നെ അതിൽ എന്തൊക്കെ കൂടുതൽ ചെയ്യാന്ന് വെച്ചിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഠിക്കാൻ. ഈ പ്ലാനിങ് ഒക്കെ ഒരു കറക്റ്റ് ഈ പറഞ്ഞ പോലെ കലണ്ടറും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാണ്, ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആവും. നമ്മളൊരു സ്റ്റാഫ് ഉണ്ട്. അപ്പോ അവരോട് കലണ്ടർ ഇന്ന് ആഴ്ചയിൽ ഇന്നത് ചെയ്യണം, ആഴ്ചയിൽ 2 ദിവസം പോസ്റ്റേഴ്സ് ചെയ്യണം, ആഴ്ചയിൽ 1 ദിവസം വീഡിയോ പോകണം, 4 ആഴ്ചയിൽ ഓരോ വീഡിയോസ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും സ്റ്റാറ്റസ് കാര്യങ്ങൾ പോകണം. നമ്മളെല്ലാ പ്രോഡക്ട്സിന്റെയും ഒരു ലൈവ് ആയിരിക്കണം. അത് കമ്പനി ഇങ്ങനെയാ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ മാസം ഓരോ മാസത്തേക്കാണ് പ്ലാൻ ചെയ്യുക നമ്മള്. പ്ലാനിങ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. വേറെ ആരായിരുന്നു? ഷിബ്ല നോക്കിയോ? ഹലോ, നോക്കിയോ? ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, ജസ്റ്റ് പ്ലാനിങ് പറഞ്ഞാൽ പോരെ? മതി.
പ്ലാനിങ് ഇതേപോലെ ബ്രാൻഡിനെ ആദ്യം ബ്രാൻഡ് അവയർനെസ് ചെയ്യണം. ഉം. കോമ്പറ്റീറ്റർ ആരാന്ന് വെച്ചാല് നിഷ. ഉം. നിഷാൻ ഇലക്ട്രോണിക്സ്. निशान इतना आपको फोन उठाने की जरूरत नहीं मेरे को। आप मेरे को देखने के टाइम आप सोचेगा मैं बहुत ഹലോ फ्री में रहेगा। കഫീൽ, आपको ഒന്ന് മ്യൂട്ട് ചെയ്യാവോ കഫീൽ? ഓക്കെ. ഹലോ കണ്ടിന്യൂ. കണ്ടിന്യൂ. അതേപോലെ ഡെയിലി ഇല്ലെങ്കിലും വീക്കിലി 3 പോസ്റ്റ് അതുപോലെ സ്റ്റോറീസ് ഡെയിലി ഇടണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ. എന്താണ് ബ്രാൻഡിന്റെ പേരെന്താ? അതൊരു പറഞ്ഞിട്ടില്ലല്ലോ. ZQ എന്നായിരുന്നു. ഓക്കെ. പറഞ്ഞു തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്താണ് പ്ലാൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. കുറച്ച് പ്രോഡക്ട്സ് ഇപ്പൊ ആഡ് ചെയ്തിട്ടുള്ളൂ, കുറച്ചും കൂടി പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് നല്ല സെറ്റ് ആക്കണമെന്നുണ്ട്. ഓക്കെ. മാക്സിമം ബ്രാൻഡ് അവയർനെസ് ചെയ്യുക. ഓരോ പ്രൊഡക്റ്റിൻ്റെത് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് സെല് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രാൻഡ് എന്താണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് സെല്ലിംഗ് ഓപ്ഷൻസ്, ഡെലിവറി ആണ്, ഓൺലൈൻ ത്രൂ ആണോ, ഓഫ്ലൈൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം അവയർനെസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഏത് രീതിയിലാണ് ചെയ്യുന്നത് നോക്കിയായിരുന്നോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേനു, അതുകൊണ്ട് അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് നോക്കിയപ്പോ സെർച്ച് ചെയ്ത് നോക്കിയതാ. ഓക്കെ. അപ്പോ ഇനി ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ നോക്കുക. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. ഓക്കെ. അപ്പോ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കോണ്ടന്റ് മാർക്കറ്റിംഗിൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു 5 days കൊണ്ട്. തീർച്ചയായിട്ടും എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ, എങ്ങനെയാണ് അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. എന്തൊക്കെയാണോ കേൾക്കുമ്പോൾ തിയറി ആയിട്ട് തോന്നും പല കാര്യങ്ങളും, പക്ഷെ നിങ്ങൾ അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കൊരു വർക്ക് നാളെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് നെഹ മാഡം ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസസ്. നല്ല ക്ലാസ് ആയിരുന്നു, 5 ദിവസം നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് കുറച്ച് നമുക്ക് ഐഡിയാസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയായിരുന്നു, പക്ഷെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ 5 ദിവസത്തെ ക്ലാസ്സിൽ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോ നിങ്ങളുടെ ഫീൽഡ് ഏതാ എന്താണെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഐഡിയ ഇല്ലായിരുന്നു. വെറുതെ ഫസ്റ്റ് ഡേ തന്നെ ഇൻട്രോ ചോദിച്ച് സമയം കളയണ്ടല്ലോ വെച്ചിട്ട് ഞാനത് നിന്നിട്ടില്ല. എന്തായാലും ഈ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഇപ്പൊ കുറെ പേര് എനിക്ക് തോന്നുന്നു ബിസിനസ് ഫീൽഡിൽ ഉള്ളവർ തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമുക്ക് ഒരാള് ഇവര് ഒരു സ്ഥാപനം നമ്മളെ അപ്രോച്ച് ചെയ്യണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് എല്ലാം നടത്തുന്നുണ്ട്. കമ്പനിയുടെ ഒരു പൊസിഷൻ ഇൻ മാർക്കറ്റ് അത് നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ കമ്പനി പറയുകയാണ് ഞങ്ങൾ ഇന്നടത്തൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പറയുകയാണ് ഇപ്പം മുമ്പ് ഇന്നലെ ബ്രാൻഡ് അവയർനെസ്സിനെ പറ്റി ഇപ്പം നമ്മൾ തിരിച്ച് സജഷൻ കൊടുക്കുകയാണ്. ഇത് പുതിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ കഫീലിലെ ബ്രാൻഡ് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയുള്ള ബ്രാൻഡ്സിന് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബ്രാൻഡ് അവയർനെസ് ആണ്, അല്ലേ? എല്ലാ മാസവും തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ബ്രാൻഡിനെ പറ്റി അവെയർ ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റ്. അപ്പോൾ സ്റ്റാർട്ടപ്സിനൊക്കെ അത് ബ്രാൻഡ് അവയർനെസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ ഫേംസിന് നമുക്ക് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാം.
എസ്റ്റാബ്ലിഷ്ഡ് ആയവർക്ക് ഓൾറെഡി ഒരു ട്രസ്റ്റ് ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടാവും. ഈ സ്റ്റാർട്ടപ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അവിടെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതും ആ ഒരു സ്റ്റേജിലാണ്. ഒരു ട്രസ്റ്റ് മേക്ക് ചെയ്തെടുക്കുക. ഒരുവിധം ആൾക്കാർ അറിഞ്ഞു ഒരു ട്രസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ വർക്ക് ഈസിയാവും. അതെ അതെ അതെ. അല്ല അതിപ്പോൾ ഞാൻ കഫീൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പോയിന്റ് കിട്ടിയത്. അത് കാര്യം ബ്രാൻഡ് അവയർനെസ് ഇപ്പം ഞാനിപ്പോൾ അത് പ്രിപ്പയർ ചെയ്തപ്പോഴും ബ്രാൻഡ് അവയർനെസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഓർത്തത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്സിലാണെങ്കിൽ ബ്രാൻഡ് അവയർനെസ് എല്ലാ മാസവും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ അത് ആളുകളിലേക്ക് കൂടുതൽ റീച്ച് ആവുള്ളൂ. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും മാർക്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഡൗട്ട് ഡൗട്ടോ? നമ്മൾ ഓക്കെ. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടാർഗറ്റഡ് ഓഡിയൻസിൽ എത്തുന്നു, കുറേ പേര് എത്തുന്നുമുണ്ട് നമ്മൾ. പക്ഷേ ഇതെല്ലാം ഇതൊരു മോണിറ്ററി വാല്യൂ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ടോ എന്നുള്ള എന്തെങ്കിലും സ്റ്റഡി നടത്തുന്നുണ്ടോ? നമ്മളിതെല്ലാം നല്ല കിടിലൻ അഡ്വർടൈസ്മെന്റ്സ് ആണ് എല്ലാം ചെയ്യുന്നത്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇതെല്ലാം ഒരു അതിനാണല്ലോ മോണിറ്ററി നമ്മൾ ബെനിഫിറ്റ് ലീഡ്സ് കൊടുക്കുന്നുണ്ടോ? അനലൈസ് ചെയ്യുക. നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യില്ലേ, അതെ. നമ്മുടെ കോണ്ടന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആഡ്സ് ചെയ്യില്ല. അപ്പൊ അതിൽ നിന്നുള്ള ലീഡ്സ് എന്താണ്, ഓഡിയൻസിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഓക്കെ. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് നിന്നാണ് ആഡ്സ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇതിൽ നിന്നാണ് കൂടുതൽ ലീഡ്സ് കിട്ടുന്നത്. ഇനി ചിലതിൽ ചിലപ്പോൾ നമുക്ക് നല്ല ലീഡ്സ് കിട്ടുമായിരിക്കും, മേ ബി അത് കൺവേർഷനിലേക്ക് പോകില്ല. അത് എവിടെയാണ് ആ ഒരു കൺവേർഷനിലേക്ക് പോകാത്ത റീസൺ എന്താണ്, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഐഡിയാസ് കിട്ടും. ഒരു ഫേം നമുക്ക് ഇപ്പോൾ പറയണം അവരുടെ മന്ത്ലി ബഡ്ജറ്റ് 1 lakh ആണ്. ഓക്കെ. ഒരു അടുത്ത ഒരു വർഷത്തേക്ക് 12 ലക്ഷമാണ് ഞങ്ങളുടെ ബഡ്ജറ്റ്. ഓരോ മാസവും 1 lakh വെച്ചിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ആഫ്റ്റർ 12 അല്ല 6 മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണ്, സ്റ്റഡി ചെയ്ത് നോക്കുകയാണ്. അവർക്ക് അതുവരെ കിട്ടിയിരിക്കുന്ന ലീഡ്സ് ജനറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അവരുടെ റവന്യൂ എന്തുമാത്രം ഗ്രോ ചെയ്യുന്നുള്ള 6 മാസത്തിന് ശേഷം. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുകയാണ് ഇത് എഫക്റ്റീവ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ നമ്മളെ സ്ട്രാറ്റജി മാറ്റില്ലേ? ഇതല്ല നമ്മൾ ചെയ്യുന്നതിൽ എന്തോ പാകപ്പഴയുണ്ടെന്നുള്ളത്. അത് എന്താ ചെയ്യുന്നത് അന്നേരം? നമ്മൾ മാറ്റും. നമ്മള് ഫസ്റ്റ് ഓരോ മന്തും അതിനാണ് ഞാൻ പറഞ്ഞ മന്ത് ബേസ് കോണ്ടന്റ്സ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്. ചിലപ്പോ ഫസ്റ്റ് മന്തിലുള്ള സ്ട്രാറ്റജിയിലായിരിക്കില്ല നെക്സ്റ്റ് മന്ത് നമ്മൾ ചെയ്യാം. എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഓരോ തവണയും ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ്സും ഐഡിയാസും എക്സ്പെരിമെന്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ ഏതാണ് വർക്ക് ആവുക. ഇപ്പൊ ഇതുപോലെ ഒരു 1 ഇയറിലേക്കുള്ള ഷെഡ്യൂൾ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ ഒരു ക്വാർട്ടർ വൈസ് നമ്മൾ ആ ബിസിനസ്സുമായിട്ട് ഇരുന്ന് ഞാനൊരു കാര്യം പറയട്ടെ, പൊതുവേ അങ്ങനെ 1 ഇയറിലേക്കുള്ള ഷെഡ്യൂൾ ചെയ്യാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി വിമലെ, മാത്രം. ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ചെയ്യുന്നതിൽ ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമ്മള് 1 മന്തിലേക്കാണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യാറ്. 1 മന്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ആഡും ചെയ്യാറുണ്ട്. അതേപോലെ അവയർനെസ് എത്ര റീച്ച് ആയി കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കും. റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ട് നോക്കണം. ഈ അവയർനെസ് ചെയ്ത ഓരോ വീഡിയോസും എത്ര റീച്ച് കിട്ടി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് റീച്ച് കൂടുതൽ ആ ടൈപ്പ് ചെയ്യണം. വർക്ക് അത് ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പൊ പിന്നെ അതേപോലെ പോസ്റ്റേഴ്സ്, പിന്നെ നമ്മൾ ലോങ് ടേമിലേക്ക് എപ്പോഴും ചിന്തിക്കാൻ പാടില്ല. ഓരോ മാസം ഞാനിപ്പോ പറയുന്നത് ഓരോ ആഴ്ചയും മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ആഴ്ചയിലും 10 ദിവസത്തേക്ക് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കണ്ടന്റ്. ചില ദിവസം ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ഈ അടുത്ത ആഴ്ച ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത്, ചിലത് ഇപ്പൊ ഞാനൊരു ഓഫർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മാസത്തേക്ക് ചെയ്ത ഓഫറാണ്, പക്ഷെ വർക്കായില്ല. അതിന് മുമ്പത്തെ മാസം ഇട്ട ഓഫേഴ്സ് നല്ല വർക്കായി. അപ്പൊ നമ്മൾ 1 മാസം ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ നെക്സ്റ്റ് മന്തിലേക്ക് ചെയ്യുന്ന പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. ഈ ടൈപ്പ് ഓഫ് അതല്ല കസ്റ്റമറിന് ആവശ്യമുള്ളത്. പിന്നെ അതേപോലെ ഇത് മെഷർ ചെയ്യാൻ ഒരുപാട് രീതിയുണ്ട്. നമുക്കിപ്പോ ലീഡ് ക്യാമ്പയിൻ ആണെങ്കിൽ നമുക്ക് ലീഡ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അതൊരു 1 വീക്കിലേക്കോ അങ്ങനെ വെച്ചിട്ട് ആ ലീഡ് നമുക്ക് കറക്റ്റ് ഉള്ള ലീഡ് തന്നെയാണോ വരുന്നതെന്ന് നോക്കണം. ചില സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്. കാസർഗോഡും അല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാസർഗോഡിൽ 20 കിലോമീറ്റർ സർക്കിളാണ്. നമ്മൾ റീറ്റെയിലിന്റെ 20 കിലോമീറ്റർ സർക്കിളിൽ തന്നെ എനിക്ക് കിട്ടണം. അതിനപ്പുറം വന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക്. അപ്പൊ ആ 20 ചില സമയത്ത് എന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ എറണാകുളം അവിടെയൊക്കെയാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ചില സമയത്ത് ആദ്യം ചെയ്യുമ്പോൾ അവർക്കൊക്കെ മെസ്സേജ് പോകും, അവരെന്നൊക്കെ റിപ്ലൈ വരും എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്തിട്ട് ഈ 20 അല്ലെങ്കിൽ കാസർഗോഡിന്റെ ഉള്ളിലേക്കെങ്കിലും എത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ മലപ്പുറത്ത് നിന്നൊക്കെ ചില കോളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ ആഴ്ച നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ നോക്കണം.
അങ്ങനെ ചെയ്ത് പോകണം. അത് നമുക്ക് കിട്ടുന്നുണ്ട്. വാട്സാപ്പിലാണെങ്കിൽ വാട്സാപ്പിൽ എത്ര ലീഡ് ഇപ്പോ അടുത്ത നമുക്ക് ഒരു ഇത് മെസ്സേജ് നമുക്ക് വാട്സാപ്പിൽ വരണം. ആ വാട്സാപ്പിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ? ചില ആൾക്കാർ വെറുതെയെങ്കിലും മെസ്സേജ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കസ്റ്റമർ ആയിരിക്കില്ല മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അത് ഞാൻ പറഞ്ഞത്, എല്ലാ ലീഡ്സും കൺവേർഷൻ ആവില്ല. അപ്പൊ അത് നോക്കിയിട്ടായിരിക്കണം ഓരോന്ന് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ കരോസൽ ചെയ്യുമ്പോ ഇപ്പോ ഞാൻ ആദ്യം ചെയ്തിരുന്നത് നമുക്ക് 3 ടൈപ്പ് ഓഫ് സർവീസ് ഉണ്ട്. ആ 3 സർവീസും ഞാൻ ഒറ്റ കരോസലിൽ ഇട്ടിട്ട് ഞാൻ ചെയ്തു. പക്ഷെ അതിൽ വലിയ റിസൾട്ട് ഉണ്ടായില്ല. അതിന് പകരം ഒന്നിൽ തന്നെ അതിന്റെ ഡിഫറെന്റ് ഇപ്പൊ ഒരു സർവീസിനെ കുറിച്ചിട്ട് തന്നെ ഒരു കരോസലായിട്ട് ചെയ്തു, വേറൊന്ന് ചെയ്തു. എനിക്ക് ആക്ച്വലി എക്സ്പെൻസ് കൂടുതലാണ്. ഞാൻ ആദ്യം ചിന്തിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് 3ഉം എല്ലാരും കാണുമല്ലോ. പക്ഷെ ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് 3ന്റെയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് 3 തന്നെ ചെയ്യണം. നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഞാൻ ഒന്നിന് ബഡ്ജറ്റ് വെച്ചിരിക്കുക 200 പെർ ഡേ ആണ്. അപ്പൊ നമുക്ക് 600 രൂപ പെർ ഡേ പോകും. മറ്റേതാവുമ്പോൾ എനിക്ക് 200 പോകുള്ളൂ. നമുക്ക് ലാഭമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിൽ നമുക്ക് റിസൾട്ട് ഇല്ല. റിസൾട്ട് വരുന്നത് ഇതിലാണ്. ചില സമയത്ത് ഇതും വരില്ലായിരിക്കും. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ആയിരിക്കണം ഡെയിലി ഇവാലുവേറ്റ് ചെയ്യണം ഓരോ കാര്യങ്ങളും. അതായിരിക്കും ബെറ്റർ. ചിലപ്പോ നമ്മൾ വിചാരിക്കാത്ത കോണ്ടന്റ് ആണ് വർക്ക് ആവുക. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാം. അപ്പൊ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ ഇങ്ങനെ പീരിയോഡിക്കലി അനലൈസ് ചെയ്തോണ്ടിരിക്കണം ഡെയിലി ബേസിസിൽ ഇഫ് പോസിബിൾ. Okay. Thank you, Kafil, for sharing your experience, and I wish you all the best. Thank you. പടർന്ന് പന്തലിച്ച് നാളെ നല്ലൊരു സ്പേമായി മാറട്ടെ. ഓക്കെ, അപ്പോ നമുക്ക് എൻഡ് ചെയ്യാം. ഷുവർ. ഓക്കെ, അപ്പൊ ശരി, എല്ലാവരും ബൈ. എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലൊരു ലെവലിൽ എത്തട്ടെ. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ജോബ് പോസ്റ്റിംഗ് കിട്ടട്ടെ. Sure. Thank you so much, and we wish you all the best. ശരി, ബൈ.